നമ്മൾ എന്തിനാണോ അറ്റൻഷൻ കൊടുക്കുന്നത് അത് നമ്മളാവും. നമ്മൾക്ക് എത്ര വിൽ പവറോ എന്തുണ്ടെന്ന് പറഞ്ഞില്ല. അറ്റൻഷൻ കൊടുക്കും. നിങ്ങൾ എന്തിനാണ് വിചാരിക്കുന്നത് എന്നാവുന്നല്ല. അറ്റൻഷൻ എന്തിനാണ് കൊടുക്കുന്നത് അത് നമ്മൾ എവൻച്വലി ആവും. ഇതിൽ ഇമ്പോർട്ടന്റ് ആ വേർഡാണ് എവൻച്വലി എന്നുള്ളത്. അതുകൊണ്ടാണ് ഇതിനാരും ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത്. കാരണം എവൻച്വലി എന്ന് പറയുമ്പോൾ മല്ലനായിട്ട് ഒറ്റൊരു പോയിന്റ് എത്തുമ്പോഴേക്ക് ആവലാണ്. പെട്ടെന്ന് ആവൂല. ഈ ഒരു സാധനം പറയലുണ്ട്. ഇത് ശ്രദ്ധിക്കണേ വിശീഷ്. നമ്മളെ സർക്കിള് ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം. നമ്മൾ ആരടുത്താണ് ഏത് എൻവയോൺമെന്റിലാണ് നമ്മൾ ഇന്ററാക്ട് ചെയ്യുന്നത് ആ സർക്കിള് ശ്രദ്ധിക്കണം എന്നുള്ളത്. ബാഡ് ഹാബിറ്റ്സ് എന്ന് പറയുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. സോ ബാഡ് ഹാബിറ്റ്സ്, പെർട്ടിക്കുലർ ബാഡ് ഹാബിറ്റ്സ് നമ്മളെ ഒരു ഫ്രണ്ടിന് ഒരു പെർട്ടിക്കുലർ ബാഡ് ഹാബിറ്റ്സ് ആണ്, നമ്മൾക്ക് അതില്ല. ഓക്കെ, ആ ഫ്രണ്ട് ആ ബാഡ് ഹാബിറ്റ്സിന് അറ്റൻഷൻ കൊടുക്കുന്നത്, ആ ബാഡ് ഹാബിറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്, നമ്മളിപ്പോ കാണുന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു സംഭവത്തിന് അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. ആ ബാഡ് ഹാബിറ്റ്സ് എല്ലാം ആ ഫ്രണ്ട് ആ ബാഡ് ഹാബിറ്റിന് എപ്പോഴും അറ്റൻഷൻ കൊടുക്കുന്നത് നമ്മൾ അറ്റൻഷൻ വെക്കുന്നുണ്ടെങ്കിൽ എവൻച്വലി അറിഞ്ഞോ അറിയാതെയോ നമ്മളും ആ ഒരു ബാഡ് ഹാബിറ്റ് തുടങ്ങേണ്ട ചാൻസസ് ഇൻക്രീസ് ആവും. ഇത് നമ്മൾക്ക് വിൽ പവർ ഇല്ലാത്തതുകൊണ്ടോ നമ്മൾ മണ്ടന്മാരായതുകൊണ്ടോ അങ്ങനത്തെ കൊണ്ടൊന്നല്ല. നമ്മൾ മനുഷ്യന്മാർ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവിടം വരെ എത്തിയതും. അതായത് ഇറ്റ്സ് ലൈക്ക് നമ്മൾ സറൗണ്ടിങ് അനുസരിച്ച് നമ്മൾ അഡാപ്റ്റ് ചെയ്യും. സറൗണ്ടിങ് അനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും, ഇവോൾവ് ചെയ്യും. നമ്മുടെ സറൗണ്ടിങ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ എപ്പോഴും ഇവോൾവ് ചെയ്യാൻ നോക്കും. കാരണം മൈൻഡ് അങ്ങനെയാണ് ഉള്ളത്, മൈൻഡും സബ് കോൺഷ്യസും. കാരണം സറൗണ്ട് എപ്പോ ഇങ്ങനെയാണ്, ഇങ്ങനെയാണ് അതിനനുസരിച്ച് മാറാം. അറിയാണ്ട് വരെ മൈൻഡ് ഇങ്ങനെ തോന്നിപ്പോവും. അതുകൊണ്ടാണ് എപ്പോഴും നമ്മൾ സർക്കിൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ആ സംഭവം ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ ഈ ഫ്രണ്ട് ആ ബാഡ് ഹാബിറ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നുണ്ട്. എവൻച്വലി നമ്മൾ അതിലേക്ക് പോണ ചാൻസസ് കൂടും. സോ യു ഷുഡ് ഓൾവേസ് കൺസിഡർ നിങ്ങൾ എന്തിനാണ് അറ്റൻഷൻ കൊടുക്കുന്നത് എന്നുള്ളത്. കാരണം ചെറിയ അറ്റൻഷൻ കൊടുക്കുമ്പോൾ തന്നെ അറിഞ്ഞോ അറിയാതെയോ അധിക ടൈമും അറിയാതെ തന്നെ ആ ഒരു സാധനത്തിലേക്ക് നമ്മൾ പോകും, നമ്മൾ ആ ഒരു സംഭവം ആവും. ബാഡ് ഹാബിറ്റ്സ് മാത്രമല്ല, എല്ലാ കേസിലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത് എന്തിനാണോ അതാണ് നമ്മൾ ആവുക. ഓക്കെ, സോ ജസ്റ്റ് ബി കെയർഫുൾ. നിങ്ങൾ എന്തിനാണ് അറ്റൻഷൻ കൊടുക്കുന്നത് എന്നുള്ളത്. സോ ഇറ്റ്സ് എ റിയലി ഗുഡ് തിങ്. കാരണം നല്ലതിന് അറ്റൻഷൻ കൊടുക്കുക. നല്ലതിന് അറ്റൻഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നല്ലതാവാൻ ശ്രമിക്കണ്ട, ഒന്നും ചെയ്യണ്ട, അതിന് അറ്റൻഷൻ കൊടുത്താൽ മതി. നിങ്ങൾ അറിയാതെ തന്നെ ആ ഒരു നല്ലത് നില രീതിയിലേക്ക് ആവും. സോ ജസ്റ്റ് ബി കെയർഫുൾ വിത്ത് എന്തിനാണ് അറ്റൻഷൻ കൊടുക്കുന്നത് എന്ന്. ഓക്കെ.